സമകാലിക യാഥാർത്ഥ്യങ്ങളുടെ പച്ചയായ അടയാളപ്പെടുത്തലായിരുന്നു സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഒന്നാം സ്ഥാനം നേടിയ മൃതസഞ്ജീവനി എന്ന കവിത. കോഴിക്കോട് ചേരമംഗലൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ +2 വിദ്യാർത്ഥിനി നദിയയുടേതാണ് പുരസ്കാരം നേടിയ കവിത. തോറ്റവരുടെ കൂടാരം തേടി യാത്ര പോയതാണു ഞാൻ. ഗലികളും ചേരികളും അഭയാർത്ഥി ക്യാമ്പുകളും പിന്നിട്ട് ക്യാൻസർ വാർഡും അന്ധവിദ്യാലയവും കടന്ന് മൃതസഞ്ജീവനി തേടിയിറങ്ങി ഒടുവിൽ തോറ്റവരെയാണ് കവയത്രി കണ്ടുമുട്ടുന്നത്. തോറ്റവരുടെ കൂട്ടത്തിൽ കവയത്രി കാണുന്നതാകട്ടെ ബുദ്ധനെയും അർജുനെയും ഗാന്ധിയെയും മദർ തെരേസയുമെല്ലാം. ബോധിയുടെ ശേഷിച്ച തണലിൽ ഇപ്പോഴും ഭിക്ഷ തേടുന്ന ബുദ്ധൻ, തുരുമ്പെടുത്ത പഴയൊരു വില്ലിന്റെ ഞാൻ മുറുക്കുന്നു അർജുനൻ. ആദർശം പൊടിതട്ടിയെടുക്കുന്ന ഗുരുദേവനെയും വിപ്ലവത്തിന്റെ ഈരടി മൂളുന്ന അയ്യങ്കാളിയെയും കാണുന്നിടത്ത് മൃതസഞ്ജീവനി തേടിയുള്ള യാത്ര അവസാനിപ്പിക്കേണ്ടി വരുന്നു. ചോരയിറ്റുന്ന മുൾക്കിരീടവും കാലമഴിച്ചു വെച്ച രുദ്രാക്ഷവും ചിതലരിച്ച ഓലക്കെട്ടും എഴുത്താണിയും അവിടവിടെ ചിതറിക്കിടക്കുന്നു. പോകൂ, പോയി ജയിച്ചു വരൂ, ഇത് ജയിച്ചിട്ടും തോറ്റവരുടെ അൾത്താരയാണ്. വർത്തമാനകാല യാഥാർത്ഥ്യങ്ങൾക്ക് മുന്നിൽ ജയിച്ചതെന്തിനാണെന്ന് തോറ്റ ഇവർ പുനർചിന്തനം നടത്തുന്നിടത്ത് കവിത അവസാനിക്കുകയാണ്. നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളെ കവിതയിലൂടെ വരച്ചിട്ടു എന്നത് തന്നെയാണ് നദിയയുടെ കവിതയെ ശ്രദ്ധേയമാക്കുന്നത്. ക്യാമറാമാൻമാരായ കാജ ഹുസൈനും ബിപിൻ ബാബുവിനുമൊപ്പം ഉമേഷ് ബാലകൃഷ്ണൻ, ടീം റിപ്പോർട്ടർ.